എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ SLC+2 ഫലങ്ങളെ പറ്റിയിട്ട് ഉള്ളൊരു അപ്ഡേറ്റ് ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ സംസ്ഥാനത്ത് ഈ വർഷം 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പുതിയൊരു രീതി നടപ്പാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് 8ാം ക്ലാസ്സിൽ പരീക്ഷയിൽ പരാജയപ്പെട്ടത്. പരീക്ഷയിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തിയതിനു ശേഷമായിരിക്കും 9ാം ക്ലാസ്സിലേക്കുള്ള അവരുടെ അഡ്മിഷൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ SLC+2 പരീക്ഷകളുടെയും മൂല്യനിർണ്ണയം വളരെ ടൈറ്റായിരിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. SLC മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 11 വരെയായിരുന്നു ആദ്യഘട്ടം. അത് പൂർത്തിയായി. രണ്ടാമത്തെ ഘട്ടം 21 മുതൽ 26 തീയതി വരെ, ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ 26 വരെയാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വിജയശതമാനത്തിനേക്കാളും വലിയ കുറവൊന്നും ഈ തവണ വരില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെയ് 2ാം വാരത്തോടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമെന്നും അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഈ കാര്യശരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.